ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ലാപ്ടോപ്പ് വേണ്ട, മൊബൈലിൽ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് യൂട്യൂബിലേക്ക് നേരെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൈം മാസ്റ്റർ പോലത്തെ വേറെ പല സോഫ്റ്റ്വെയറും ഉണ്ട്. അതൊന്നും ഇനി ഉപയോഗിക്കേണ്ട കാര്യമില്ല. യൂട്യൂബിൻ്റെ ഒറിജിനൽ ആപ്പ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നേ. അതുപോലെ തന്നെ അതിൽ വളരെയധികം ഫീച്ചേഴ്സും പല എഫക്റ്റുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ പ്ലേയുടെ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ യൂട്യൂബ് ക്രിയേറ്റ് അടിയിൽ ഗൂഗിൾ LLC എന്ന് എഴുതിയിട്ടുണ്ട്. ആ ആപ്പ് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തേക്കാം. അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് നമുക്ക് യൂട്യൂബിൻ്റെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമല്ലേ, നമുക്ക് സെൻട്രലിൽ ബ്രിങ് യുവർ ഐഡിയാസ് ടു ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്ലസ് ബട്ടൺ ടു സ്റ്റാർട്ട് ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഒരു ആരോ ഇട്ടിട്ടുണ്ട് അവിടെ. ഇതിനകത്ത് നമുക്ക് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അലോ യൂട്യൂബ് ക്രിയേറ്റ് ടു ആക്സസ് ഫോട്ടോസ് ആൻഡ് മീഡിയ ഓൺ യുവർ ഡിവൈസ്. അപ്പോൾ അലോ കൊടുക്കാം. ഇതിൽ നിന്ന് ഒന്ന്, പിന്നെ വേറൊരു ക്ലിപ്പ് കൂടി നമുക്ക് ആദ്യത്തെ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തു, രണ്ടാമത്തെ ഒരെണ്ണം കൂടി നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് രണ്ടും കൂടി ഇമ്പോർട്ട് കൊടുക്കാം. ഇപ്പോൾ കൺവേർട്ടിങ് എന്ന് പറഞ്ഞ് അതിൻ്റെ ടൈം എഴുതി കാണിക്കുന്നുണ്ട്, ഇത്ര % ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ 2 ക്ലിപ്പ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈം ലൈന്. ഇതിന് നടുക്കൊരു ഇത് കണ്ടോ, വട്ടത്തിലുള്ളത്, അത് എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ 2 ക്ലിപ്പിന് ഇടയിൽ നമുക്ക് ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു എഫക്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, 2 ക്ലിപ്പ് തമ്മിൽ ചേരുമ്പം ആ ഒരു എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു എഫക്റ്റും ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു എഫക്റ്റ് ഇട്ട് എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, ഞാനിത് ക്യാൻസൽ കൊടുക്കുകയാണ്. ഈ എഫക്റ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഈ നടുക്കുള്ള 2 ക്ലിപ്പിൻ്റെ നടുക്കുള്ള ഈ ഒരു സർക്കിൾ കണ്ടില്ലേ, ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഓവർലേ ഉണ്ട്. ഓവർലേ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ഫോട്ടോയൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ കൺവേർട്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. വലിയ ക്ലിപ്പായതുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു അൺബോക്സിൻ്റെ വീഡിയോ ആണ്. ആ ഒരു ഇത് നമുക്ക് ഈ സൈഡിലേക്ക് പിടിച്ച് മാറ്റി വെക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഓവർലേ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഇതിൻ്റെ നീളം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ, അതിൻ്റെ നീളം കൂടുതലാണെങ്കിൽ, ഓവർലേക്ക് നീളം കൂടുതലാണെങ്കിൽ അത് നമുക്ക് കുറച്ച് ചെറിയ ഓവർലേ ആക്കി ഇടാം. ഈ സൈഡിൽ നിന്ന് പിടിച്ച് ഇടത്തേക്ക് വലത്തേക്ക് നീക്കിയാൽ മതി. അപ്പോൾ ഇത് ഓടുമ്പം മുകളിലായിട്ട് ഓവർലേ പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ ഓവർലേ വേണമെങ്കിൽ അതങ്ങ് ഡെലിറ്റ് ചെയ്തേക്കാം. ഈ ഡെലിറ്റ് ബട്ടണിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഓവർലേ പോയി. ഇനിയിപ്പോൾ ഇതിൻ്റെ നീളം കൂടുതലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചുരുക്കാം, ചെറിയ ക്ലിപ്പാക്കി ഇടാം. വലിയ ക്ലിപ്പായതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാട് വരുന്നുണ്ട്. സെലക്ട് ചെയ്യുക, ഈ സൈഡിൽ നിന്ന് പിടിച്ചിങ്ങോട്ട് വലിച്ചാൽ മതി. അതുപോലെ ഇവിടെ വേറെ ക്ലിപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ പ്ലസ് സൈനിൽ, വലത് സൈഡിലുള്ള പ്ലസ് സൈനിൽ ക്ലിക്ക് കഴിഞ്ഞാൽ വേറെ ക്ലിപ്പ് നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഈ കിടക്കുന്ന ക്ലിപ്പ് നമുക്ക് കട്ട് ചെയ്യണമെന്ന് വെച്ചോ, അത് ആ ടൂളാണ് സ്പ്ലിറ്റ് ടൂൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സ്പ്ലിറ്റ്, അതിൽ ക്ലിക്ക് ചെയ്തിടനെ എവിടെയാണ് ഈ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ കാണിക്കാം. ഈ ഏറ്റവും മുകളിൽ ഉണ്ട് റിവേഴ്സ് ബട്ടൺ, വളഞ്ഞിട്ടുള്ള ബട്ടൺ, അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ പഴയ പോലെ അൺഡു ആയി പോവും. ഇപ്പോൾ അൺഡു ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വര കണ്ടില്ലേ, ടൈം ലൈനിൻ്റെ വര, അത് ഇതിന് നേരെ വെക്കുക. എവിടെയാണ് കട്ട് ചെയ്യേണ്ടത്? ഈ ബൈക്കർ പോയി കഴിഞ്ഞ ഉടനെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് ഈ സ്പ്ലിറ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ ഇത് 2 ക്ലിപ്പായി. ഒരു ക്ലിപ്പ്, ഇതൊരു ക്ലിപ്പ്. ഈ ക്ലിപ്പിന് വേണം നമുക്ക് ഫിൽറ്റർ ഇട്ട് കൊടുക്കാം. ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പല എഫക്റ്റ് നേരത്തെ തന്നെ റെഡി ആയിട്ടിട്ടുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനകത്തൊക്കെ നമുക്ക് ഗൂഗിളിൻ്റെ എഫക്റ്റുകൾ കാണത്തില്ലേ,
അതുപോലെ തന്നെ ഇതിനകത്തുണ്ട്. സെയിം തന്നെയാണ്, ഈ ഗൂഗിളിൻ്റെ തന്നെയാണ് ഇതും. അപ്പോൾ സെയിം എഫക്റ്റൊക്കെ നമുക്കിവിടെ കിട്ടും. വിവിഡി യൂസ് ചെയ്യാം. വിവിഡി ചൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എഫക്റ്റ് ഇവിടെ വന്നു. രണ്ടാമത്തെ ക്ലിപ്പിന് അത് കൊടുക്കാത്തതുകൊണ്ട് അതിന് എഫക്റ്റ് ആയിട്ടില്ല. ഇനി തൊട്ടടുത്ത് തന്നെ എഫക്റ്റ് എന്ന് പറഞ്ഞ് വേറൊരു ബട്ടൺ ഉണ്ട്. ആ എഫക്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പല എഫക്റ്റുകളുണ്ട്. ഡ്യൂറ്റോൺ ഗ്രിഡ്, അങ്ങനെ ഫോൾഡഡ് പേപ്പർ, ഇൻഫ്രാറെഡ് ഫിലിം, അങ്ങനെ ഒത്തിരി എഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിലേതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കൊടുത്തു നോക്കാം. ഡ്യൂറ്റോൺ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ഇവിടെ വരും ആ വീഡിയോക്കകത്ത്. ഇതേതായാലും ക്യാൻസൽ ചെയ്യാണ്. പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെനു കാണാം. ഈ ബട്ടണിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിൻ്റെ ബ്രൈറ്റ്നെസ് ഇപ്പോൾ ബ്രൈറ്റ്നെസ് ആണ് സെലക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് വലത്തേക്ക് ആയി കഴിഞ്ഞാൽ കൂടും, ഇടത്തേക്ക് ആയി കഴിഞ്ഞാൽ കുറയും. ഇങ്ങനെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. കോൺട്രാസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ബ്രൈറ്റ്നെസ്, ഷാഡോ, വൈറ്റ് പോയിൻ്റ് ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ഒരു ലുക്ക് കിട്ടും. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ കളറാണ്. ആ കളർ നമുക്ക് വേണമെങ്കിൽ അവിടെ കൂട്ടി കൊടുക്കാൻ പറ്റും. കളർ കൂടി വേണ്ടില്ലേ, കുറച്ച് കളർ കൂട്ടി കൊടുക്കാം. പിന്നെയുള്ളത് ഇതൊക്കെയാണ്. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കുറയ്ക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആവും. ഒപ്പാസിറ്റി 100ലാണ് നിൽക്കുന്നത്. വിൻറ്റേജ് എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ ആക്കണമെങ്കിൽ ഷാർപ്പൺ കൊടുക്കാം. കുറച്ച് ഷാർപ്പൺ ഇടാം. 10, 15, 5, 15 ഇടാം ഷാർപ്പൺ, കുഴപ്പമില്ല. പിന്നെ ബ്ലൂ ടോൺ വേണമെങ്കിൽ ബ്ലൂ ടോൺ കൊടുക്കാം. സ്കിൻ ടോണ് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്ന് മാത്രമേ കളർ വരത്തുള്ളൂ. സ്കിൻ ടോണും കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഇത്ര എഫക്റ്റ് ഉള്ള കാര്യം മനസ്സിലായില്ല. അപ്പോൾ ക്യാൻസൽ ചെയ്തത്. ഇനി അടുത്തത് സ്പീഡ് എന്ന് പറഞ്ഞ ഐക്കണാണ്. ഈ സ്പീഡിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ സ്പീഡ് 3x കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 3x ആകുമ്പോൾ സ്പീഡ് കൂടി കണ്ടില്ലേ. അതുപോലെ തന്നെ സ്ലോ ആക്കാം. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് സ്ലോ ആയിരിക്കും. അങ്ങനെ സ്ലോ മോഷൻ എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ സ്പീഡ് തന്നെയാണ്. നമ്മൾ എഫക്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ വോളിയം ഉണ്ട്. ഈ ക്ലിപ്പിൻ്റെ റെക്കോർഡ് ആയിട്ടുള്ള വോളിയം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ഓഡിയോ ക്ലീനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മെനു കാണാം. ഈ ഓഡിയോ ക്ലീനപ്പ് ക്ലിക്ക് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഓഡിയോയ്ക്ക് ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്ലീനപ്പ് ചെയ്ത് നോയ്സൊക്കെ റിമൂവ് ചെയ്ത് നല്ല ഓഡിയോയിൽ കിട്ടും. ഇനി ഇവിടെ ഈ ക്ലിപ്പ് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. വേറൊരു കാര്യം, ഈ ക്ലിപ്പിൽ ഇവിടെ സെൻറ്ററിൽ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഫിൽറ്റർ എഫക്റ്റ് ഒക്കെ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ വേറെ ഓവർലേ ടെക്സ്റ്റ്, സ്റ്റിക്കർ, സൗണ്ട് എന്ന് പറഞ്ഞ വോയിസ് റെക്കോർഡർ അങ്ങനെയുള്ള സംഗതികളായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ഈ ഒരു ക്ലിപ്പിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാം ഓപ്ഷനുണ്ട്. കണ്ടോ, റൊട്ടേറ്റാണ്. നമുക്കിപ്പം ആദ്യം എടുത്ത് വീഡിയോ നമുക്ക് തിരിഞ്ഞു പോയെങ്കിൽ ഇങ്ങനെ കറക്കി നേരെയാക്കിയിടാം. എനിക്ക് മിക്കവാറും സംഭവിക്കുന്ന സംഗതിയാണ്. ക്ലിപ്പ് ചിലപ്പോൾ തിരിഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ നേരെ ആക്കിയിടാൻ സാധിക്കും. പിന്നെ റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ക്ലിപ്പ് വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇടാം. ഈ ക്ലിപ്പ് ഇങ്ങനെ റീഅറേഞ്ച് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാറ്റിയിടാം, അറേഞ്ച് ചെയ്തിടാം. എന്നിട്ട് ഡൺ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിപ്പ് അറേഞ്ച് ആയിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഡിലീറ്റ് ഉണ്ട്. ഏത് ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. പിന്നെയുള്ളത് ഇതിനകത്ത് പ്ലെയിൻ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പം ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ട്രാവൽ വിത്ത് മനോജ് ബട്ടൺ കൊടുക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ എഡിറ്റ് ചെയ്യാം. സ്റ്റൈൽ എടുക്കാം. സ്റ്റൈൽ എടുത്തിട്ട് അതിനകത്ത് ഫോണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യാം. ഈ ഫോണ്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫോണ്ടിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമ്മൾ മാറ്റി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പോസിറ്റി ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസ് അതും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഫോർമാറ്റും ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി ബോൾഡാക്കാം, വേണമെങ്കിൽ അണ്ടർലൈൻ ഇടാം, ഇറ്റാലിക് ഫോർമാറ്റിലോട്ട് മാറ്റാം. ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് സെൻറ്റർ, ഇത് റൈറ്റ് സൈഡിലേക്ക്, അങ്ങനെ അലൈൻമെൻറ്റ് ശരിയാക്കാം. ഞാൻ ഔട്ട്ലൈൻ കൊടുക്കാം. തിക്നെസ് കൂട്ടി കൊടുക്കാം ഔട്ട്ലൈൻ്റെ. ഇത് ഒപ്പേസിറ്റിയാണ്, ഇതിൻ്റെ തിക്നെസ് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഷാഡോയും ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും കാര്യം സംഭവം മനസ്സിലായി. ഇനി റീസെറ്റ് ചെയ്ത് നമുക്ക് പഴയ പോലെ ആക്കാം. ഇത് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് നമുക്ക് ആനിമേഷൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ആനിമേഷൻ കൊടുക്കാം. ആനിമേഷൻ വേണമെങ്കിൽ ഇവിടെ ഇത്ര ആനിമേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്കൊരു ആനിമേഷൻ ചൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു ആനിമേഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. കണ്ടില്ലേ? ഈ ഒരു ആനിമേഷൻ ചൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് എൻ്റെ ആനിമേഷൻ. സ്പ്ലിറ്റ് പാൻ എന്ന് പറഞ്ഞ ആനിമേഷൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് എന്നിട്ട് ഡൺ കൊടുക്കുക. നമുക്കിവിടെ നോക്കുമ്പം എങ്ങനെ വരുന്നത് നോക്കാം. നല്ല ആനിമേഷൻ അല്ലേ? പിന്നെയുള്ള നേരത്തെ നോക്കിയ റൊട്ടേഷനാണ്. ഡിലീറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്. ഈ ഒരു ആനിമേഷൻ, ഈ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ എടുക്കാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരെണ്ണം, പിന്നെ ഇതൊരെണ്ണം താഴെ ഇങ്ങനെ താന്നിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊങ്ങി വരും. ഡ്യൂപ്ലിക്കേറ്റ് രണ്ടെണ്ണം വന്നില്ലേ? ഇനി ഇത് വേണ്ടാത്ത ക്ലിപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനിയുള്ളത് വോയിസ് ഓവറാണ്. ചിലപ്പോൾ നമുക്ക് വോയിസ് ഒന്നും വെളിയിൽ വെച്ച് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല, വെളിയിലുള്ള ആ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ഈ വോയിസ് ഓവർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടാപ്പ് ഓവർ ഹോൾഡ് ടു റെക്കോർഡ് ഓഡിയോ എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ഓഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്യാപ്ഷനാണ് ഇനിയുള്ളത്. ക്യാപ്ഷന് ഒരു പ്രശ്നമുണ്ട്. 3 ലാംഗ്വേജസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇംഗ്ലീഷ്, സ്പാനിഷ്, ഹിന്ദി. നമ്മുടെ മലയാളം അതിനകത്തില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പം യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് വരുമായിരിക്കും. ഇതിലെല്ലാ ഭാഷയും കിട്ടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റിക്കർ ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലേ, യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ ആഡ് ചെയ്യാം. അപ്പം ഇതിവിടെ ബട്ടൺ ഇവിടെ നമുക്ക് വേണ്ട സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രീനിൽ നമുക്ക് സൈഡിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈസ് കുറച്ച് കൂടുതലല്ലേ, അപ്പോൾ അത് ചെറുതാക്കാനായിട്ട് നമ്മുടെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാം. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാം. നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയാൽ വലത് സൈഡിൽ മുകളിലായിട്ട് 3 കുത്ത് കാണുന്നില്ലേ, ആ കുത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ സെലക്ട് ചെയ്യുക.
അപ്പോൾ എക്സ്പോർട്ടിനായിട്ടുള്ള ഓപ്ഷൻസ് താഴെ കാണിക്കും. PS ആണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ വീഡിയോയുടെ ഫ്രെയിം റേറ്റ് ആണ്. ഫയൽ ഫോർമാറ്റ് MP4, ക്വാളിറ്റി ഹൈ 1080 പിക്സൽ, പിന്നെ 720 പിക്സൽ എന്ന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. എക്സ്പോർട്ടിങ്ങിന് കുറച്ച് സമയം എടുക്കും. പിന്നെ അടുത്ത സ്ക്രീൻ വരുന്നത് അപ്ലോഡ് ടു യൂട്യൂബ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ താഴെ ഷെയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ഷെയർ ചെയ്യുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേറെ ജിമെയിലോട്ടോ വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നേരെ യൂട്യൂബിലോട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.